ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാരോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടാരോ തരുന്ന ഗൈഡൻസ്? ഇന്ന് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. എന്താണ് ഗൈഡൻസ്? ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ഇത് വാലിഡ് ആയിരിക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, കാർഡുകൾ നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് ഗൈഡൻസ്? ഇന്നത്തേക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കാം. എന്താണ് ഗൈഡൻസ് നോക്കാം. കാർഡുകൾ നോക്കാം. എംപറർ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഡെക്ക് സണ്ണാണ് വന്നിരിക്കുന്നത്. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ എംപറർ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ തന്നെ ബോട്ടം ഡെക്ക് സൺ കാർഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു സ്ട്രക്ചർ വരുന്നു, ഒരു ഘടന, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഡിസിപ്ലിൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ എംപറർ എനർജി സൂചിപ്പിക്കുന്നത്. അതായത് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻഡ് ആവുന്നു, നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നു, ഒരു സ്റ്റെബിലിറ്റി വരുന്നു, നിങ്ങളിലേക്കൊരു പവർ, അധികാരം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലരിലേക്കൊക്കെ ഒരു ബോസ് ലൈക്ക് എനർജി വരുന്നതായിട്ടുള്ളൊരു ഇതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളിൽ അവരൊരു പലപ്പോഴും പ്രശ്നങ്ങൾ പെട്ടുകിടക്കുന്ന വ്യക്തികൾക്ക് ഒരു ഫാദർ ലൈക്ക് എനർജി അതിനെ ഒരു സൊല്യൂഷനായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു സൊല്യൂഷനിലേക്ക് അവരുടെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാദർ ലൈക്ക് എനർജി വരുന്നു എന്നുള്ളതാണ്. ഫാദർ ആയിരിക്കണം എന്നല്ല, എങ്കിലും ഫാദറിനെ പോലെയുള്ള ഒരു പക്വതയുള്ളൊരു വ്യക്തി അവരിലേക്ക് വരുന്നതായിട്ടും ഉള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് എംപറർ കാണുന്നത് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനും ഡെഡിക്കേഷനും നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ടും ഒരു അംഗീകാരത്തിലേക്ക് നിങ്ങളിലേക്ക് ആ ഒരു ഇത് കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഫിനാൻഷ്യലി നിങ്ങളൊരു നല്ലൊരു ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടും അതുപോലെ തന്നെ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് റെസ്പോൺസിബിൾ ആകുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മാരേജിലായാലും ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഹെൽത്ത് വൈസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ ചിലരിലേക്കൊക്കെ നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡിനെ ലഭിക്കുന്നതുമായിരിക്കാം മേ ബി എംപറർ എന്ന് പറയുന്നത്. ഒരു ഫാദർ ലൈക്ക് ഫിഗർ നിങ്ങളിലേക്ക് ഒരു ഗൈഡായിട്ട് വരുന്നൊരു എനർജി കൂടിയാണ്. ഇവിടെ സ്പിരിച്വലി ഒക്കെ പോകുന്ന വ്യക്തികൾക്ക് അങ്ങനെ ഒരു ഗൈഡിനെ പോലുള്ളൊരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് എംപറർ. ഓക്കെ, അടുത്തത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നതായിട്ടും അതുപോലെ തന്നെ വളരെയധികം അഡ്മയർ ചെയ്യുന്നതായിട്ടും നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വളരെയധികം അഡ്മയർ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ
പേജ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത്. നിങ്ങൾക്കൊരു അഡ്മിറേഷൻ കിട്ടുന്നു, നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് പുതിയൊരു അവസരം കിട്ടുന്നു, ക്രിയേറ്റീവ് ഐഡിയാസ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. പുതിയൊരു സംരംഭം തുടങ്ങുന്നതായിട്ടും അതുപോലെ തന്നെ അതിലേക്കുള്ള പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. പിന്നെ ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരം, അത് പറഞ്ഞു, നല്ലൊരു അവസരം വരുന്നുണ്ട്. എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയുടെ പറയുന്നത്. ഓക്കെ, ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലുവേദന അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെയധികം കരിയർ ബേസ്ഡ് ആയിട്ട് ആണ് ഇന്ന് കാണപ്പെടുന്നത്. കരിയർ ബേസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കും. അതുപോലെ എല്ലാത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്. എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങൾ. എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജി കൂടിയാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമായിരിക്കും. അതുകൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. വഴക്കുകൾ മാക്സിമം ഒഴിവാക്കുക. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഹൃദയശൂന്യമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഒരു ഹൃദയമില്ലാത്ത ആളെ പോലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു കാർഡ് കഴിഞ്ഞാലും വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറയാൻ എന്തോ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഹെൽത്തിൻ്റെ ഇതിലാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നതായിട്ടുള്ള, ഇതുവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്തതിൽ നിന്നും ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുന്നതായിട്ടും അങ്ങനെ ഒരു കൺസൾട്ടേഷന് പോകുന്നതായിട്ടുള്ള എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒരു സർജറിൻ്റെ കാര്യത്തിനൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്നും ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത് കിങ് ഓഫ് സോർഡ്സ്. അടുത്തത് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിയർലി ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള വ്യക്തികൾക്ക്, അതുപോലെ തന്നെ വളരെയധികം ഡിപ്രഷനിലൂടെയും ഇമോഷണൽ പെയിനിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തികൾക്ക് അവരിലേക്ക് ആ ഒരു വേദനയ്ക്ക് ഒരു ശമനം വരുന്നതായിട്ടുള്ള ഒരു എനർജി, നിങ്ങൾക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിട്ടും അതിൽ നിന്ന് ഒരു മാറ്റം വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഈ ഒരു 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. അതിൽ നിന്നൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, കാരണം ഇവിടെ സൺ കാർഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹീലിങ്ങിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു വഴി നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും കുറച്ച് പേർ വളരെയധികം വിഷമിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. ചിലപ്പോൾ ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു വീഡിയോ കാണുമോ അല്ലെങ്കിൽ ഇതുപോലെ റീഡിങ് കാണുമോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാൻ തീരുമാനിക്കുകയും നിങ്ങളിലേക്കൊരു മാറ്റം വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറുന്ന തരത്തിലുള്ള എനർജി കൂടിയായിരിക്കും വരുന്നത്. അടുത്ത 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഫിനാൻഷ്യലിയും മെൻ്റലിയും ഒക്കെ വളരെയധികം വിഷമിച്ച് ലോസിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷമത്തിൽ നിൽക്കുന്നതായിരിക്കും. എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള വസ്തുവകകൾ നിങ്ങൾ വിൽക്കാനുള്ള തീരുമാനത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിലേക്ക് ഒരു സമാധാനത്തിനായിട്ടുള്ള ഒരു കാര്യം വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പണത്തിൻ്റെ ഇതിലേക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്.
ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ, എന്ത് ഞാൻ ചെയ്യും, വഴി ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക് അങ്ങനെ ഒരു വഴി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോണ് പാസ്സാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റുപോകാത്ത എന്തെങ്കിലും കാര്യം വിറ്റുപോകുന്നതുമായിരിക്കാം. അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് അത് മാറിപ്പോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രശ്നം കൊണ്ട് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദനിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു റിലാക്സേഷൻ, ഒരു റിലീഫ്, താൽക്കാലിക ഒരു ആശ്വാസം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇന്നലെ വരെ വിഷമിച്ചിരുന്ന കാര്യത്തിൽ നിന്ന് ഇന്ന് അതിലേക്ക് ആരെങ്കിലും നിങ്ങളെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അതിൽ സഹായിക്കാൻ വരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തെന്ന് കിട്ടുന്നതായിരിക്കാം. ഇന്ന് തന്നെ നടത്തണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് നിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് വരുന്ന ദിവസത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കാം, അതുമായിരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അടുത്തത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മാനിഫെസ്റ്റേഷൻ റിയാലിറ്റി ആവുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യം, പ്രാർത്ഥിച്ച കാര്യം നടക്കാൻ പോകുന്ന ഒരു എനർജി നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള എന്തെങ്കിലും സ്വത്തുവകകളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച് അതിലേക്ക് നോക്കിയിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വാങ്ങുന്നതായിട്ടുള്ളൊരു എനർജി, ഒരു കാറോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ വീടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. എന്തായാലും നിങ്ങൾ വളരെയധികം, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് നേടിയെടുത്ത് എല്ലാവരുടെ മുമ്പിലും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു എനർജി. നിങ്ങളെ കുറിച്ച് എല്ലാവരും വളരെ നല്ല രീതിയിൽ, അതായത് നിങ്ങൾ മറ്റുള്ളവരെയും കൂടി കെയർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റുന്ന എനർജി അവർ പറയാണ്. നിങ്ങളെ വളരെ നല്ല രീതിയിൽ പറയുന്ന എനർജി, നിങ്ങൾ നല്ല വ്യക്തിയാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ ഇങ്ങനെ ഇതായിട്ട് ഇത്രയും നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ആളാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അംഗീകാരത്തോടു കൂടി സംസാരിക്കുന്നതും അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അതിൽ നിങ്ങൾ മറ്റുള്ളവരെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. മറ്റുള്ളവരെയും കൂടി നിങ്ങൾ ഹീലാക്കുന്നു എന്നുള്ള, മറ്റുള്ളവരെ ആ ഒരു വിഷമത്തിൽ നിന്നും കരകയറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതിനുള്ള ഫലം, അതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നല്ലൊരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ റിവാർഡഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പറഞ്ഞല്ലോ, ലക്ഷൂറിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. എല്ലാ തരത്തിലും നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ്. സൺ കാർഡാണ് വരുന്നത് ബോട്ടം ഡെക്കായിട്ട്. അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു റിലാക്സേഷൻ തോന്നുന്നത്. ഇന്നലെ വരെ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് പുതിയൊരു പുത്തൻ ഉണർവാണ് നിങ്ങൾക്ക്, പുതിയൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. പുത്തൻ ഉണർവ്, ഒരു പോസിറ്റിവിറ്റി, സന്തോഷം, ഒരു നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കുട്ടിയെ പോലെ എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാത്തിലും നിങ്ങൾക്കൊരു പുതിയൊരു എനർജി ഫീൽ ചെയ്യുന്നു എന്നുള്ളതും ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ സെലിബ്രേഷൻസിൽ പങ്കെടുക്കുന്നതായിരിക്കാം, നിങ്ങളുടെ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചതായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കാം. കുട്ടികളുമായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകുന്ന സമയം നിങ്ങൾക്ക് വരുന്നതുമായിരിക്കാം. എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം നിങ്ങളിലേക്ക് പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. പലർക്കും അത് ലഭിക്കുന്നു. ചിലർക്കൊക്കെ ഒരു ഹീലിംഗ് നടക്കുന്നതായിട്ടുള്ളൊരു എനർജി, പലതും എൻഡ് ചെയ്തിട്ട് ഒരു വേദന എൻഡ് ചെയ്തിട്ട് ഹീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി. ഇന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും, ഇന്നലെ വരെ ഭയങ്കര പ്രശ്നത്തിലായിരുന്നല്ലോ, ഇന്ന് നോക്കൂ, ഇന്ന് ഞാൻ ഓക്കെയാണ്, ഓൾ ഈസ് വെൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ എല്ലാത്തിനെയും കാണുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതാണ് സൺ ഗാർഡിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ചിലർക്ക് നിങ്ങൾ ചെറുപ്പകാലത്ത് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടി ഉണ്ട് കേട്ടോ. പണ്ട് നിങ്ങൾ എന്തോ മാറ്റി വെച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി, നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. സ്പിരിച്വൽ ഹീലിംഗ് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സക്സസ്സും കൂടിയുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ ഓവറോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ തരത്തിലൊരു ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം ഒരു ഹീൽഡായിട്ടുള്ളൊരു സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക്. എന്തായാലും ഏഞ്ചൽസ് എന്താണ് പറയാനുള്ളത്, ഗൈഡൻസ് കൊടുക്കാനുള്ളത് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നോക്കാം. യെസ്, അത് നോ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കതിലുള്ളൊരു സമയം ആയിട്ടില്ല എന്നുള്ളതോ എന്തായാലും ഒരു നോ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ഒരു നോ നിങ്ങളിലേക്ക് ഏഞ്ചൽസ് പറയുന്നുണ്ട്. എന്തെങ്കിലും തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം എന്നല്ല. ചിലപ്പോൾ നിങ്ങളോട് വിഷമിക്കേണ്ടെന്ന് പറയുന്നതായിരിക്കും കേട്ടോ ഏഞ്ചൽസ്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നതായിരിക്കും. നോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു ക്ലാരിറ്റി നോക്കിക്കോട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്കിപ്പോൾ വേണ്ടുന്ന കാര്യമല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ അത് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്കത് പോകെ തന്നെ മനസ്സിലാവും അതെനിക്ക് വേണ്ടാത്തതാണെന്ന്. അതിൻ്റെ ഒരു ക്ലാരിറ്റി നോക്കാൻ കൂടിയായിരുന്നു എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മനസ്സിൽ മൂടി വെച്ചുകൊണ്ട് കാര്യമില്ല. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നത്. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, പല കോണിലൂടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും അതിൻ്റെ ക്ലാരിറ്റി എടുക്കേണ്ടതായിട്ടൊക്കെ വരും. എങ്കിലാണ് എല്ലാം മനസ്സിലാവുന്നത്. ഒരു ഭാഗം മാത്രം കണ്ടാൽ പോരല്ലോ, എല്ലാ ഭാഗവും കാണണമല്ലോ. ഇവിടെ നോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതിനൊരു എസ് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു എസ് എന്ന് പറയുന്നുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത് തന്നെ നിങ്ങളിലേക്ക് എന്തോ ഒരു കാര്യം വരുന്നതായിട്ട് വരുന്നുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ സംതിങ് ഹാപ്പൻസ് ടു യു. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. ലവ് ഒറാക്കിൾ ഏഞ്ചൽസിൻ്റെ കാർഡും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ലവ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒരുപാട് ലെങ്തി ആയി പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആയിട്ട് വേണ്ടുന്നവർ എന്ത് ചെയ്യാം, പേഴ്സണൽ ഗൈഡൻസ് എടുക്കുമോ? എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ലവ് ഏഞ്ചൽസ്. റീച്ചിങ് യുവർ ഗോൾ. എവറിത്തിങ് യു വാണ്ട് ഫ്രം ദിസ് കണക്ഷൻ വിൽ മാനിഫെസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഇവിടെയും നിയർ ഫ്യൂച്ചറാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ കണക്ഷനിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അടുത്ത് തന്നെയായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ ഗോൾ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് അതിലേക്ക് എത്തും എന്നുള്ളതാണ് ലവ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടത്തുന്ന വ്യക്തികൾക്കാണത്. ഡിസെപ്ഷൻ. സംവൺ ഈസ് വെയറിങ് എ മാസ്ക് ഇൻ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ മാസ്ക് വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാസ്ക് അങ്ങ് ഊരിക്കളഞ്ഞേക്ക് കേട്ടോ. ഏഞ്ചൽസ് കണ്ടുപിടിക്കുന്നുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. സംവൺ ഈസ് വെയറിങ് എ മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പിൽ മാസ്ക് വെച്ചിട്ട് ആരോ ഉണ്ട്. ഡിഫിക്കൽട്ടീസ്. എന്താണ് ഡിഫിക്കൽട്ടീസ്? പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ് കാണുന്നത്. നോക്കാലോ. ജലസിയസ് ഫ്രം ദി അതേഴ്സ് മേ സെർവ് ആസ് ഒബ്സ്റ്റക്കിൾസ് ടു ദി സക്സസ് ഓഫ് ദിസ് കണക്ഷൻ. ഓഹോ, നിങ്ങളുടെ കണക്ഷനിലെ മറ്റുള്ളവരുടെ അസൂയ ഒരു പ്രശ്നമാവാൻ, ഇതൊരു തടസ്സമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ സക്സസ്സിന് തടസ്സമാകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകുന്നതിൽ മറ്റുള്ളവരുടെ ജലസി തടസ്സമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് പറയുന്നത്. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് ഡിസ്റ്റൻസ്. ദി സെപ്പറേഷൻ യു ആർ എക്സ്പീരിയൻസിങ് ഈസ് നെസസറി ടു ഹെൽപ്പ് ദി റിലേഷൻഷിപ്പ് ഗ്രോ. ഓക്കെ, ഇവിടെ സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ സെപ്പറേഷനിൽ നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗ്രോ ചെയ്യാനാണ് എന്നുള്ളതാണ്. അതിനുള്ളൊരു ഹെൽപ്പായിട്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനും
ഉള്ള ഒരു ഡിസ്റ്റൻസാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് അത്യാവശ്യം തന്നെയാണ്, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് യൂണിവേഴ്സും ലവ് ഏഞ്ചൽസും പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസിനും ലൈക്സിനും ഒക്കെ നന്ദി. ഇതുവരെ തന്ന സപ്പോർട്ടും സ്നേഹത്തിനും ഒക്കെ നന്ദി. ഇതുപോലെ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ, നെഗറ്റീവ്സിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. പിന്നെ പറയാനുള്ളത് പിന്നെന്താ പറയാനുള്ളത്, എന്തോ പറയാൻ ഞാൻ വിചാരിച്ചു മറന്നുപോയി. എന്തായാലും അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. കൂടുതൽ ലെങ്തി ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേയൊക്കെ കുറച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.